ഹലോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക ദേവ്യാനിയുടെ മുന്നിൽ വെച്ച് നയനിയെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ദേവ്യാനിക്ക് അനാമികയുടെ സംസാരത്തിലും സ്വഭാവത്തിലൊക്കെ എന്തോ ഒരു അപാകത തോന്നുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ എന്നെ കാണിക്കുന്നത് ദേവ്യാനി സിറ്റ് ഔട്ടിൽ സോഫയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ നയന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ. അപ്പോൾ തന്നെ ദേവ്യാനി നയനയുടെ മുഖത്തേക്ക് ഒരു പുച്ഛ മനോഭാവത്തോടായിട്ട് നോക്കുന്നത്. എന്നിട്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താ കാര്യം എന്നല്ല ചോദിച്ചത്. അത് അമ്മേ. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തേലും പറയാനുണ്ടെങ്കിലേ പെട്ടെന്ന് പറഞ്ഞിട്ട് പോ. വെറുതെ മനുഷ്യന് സമയം മെനക്കെടുത്താനായിട്ട്. അമ്മ, ഇത് അനാമികയ്ക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചതാ. ഇതെന്താ സാരി? അമ്മ, ഇത് അനാമികയ്ക്ക് കൊടുക്കോ? നീ വാങ്ങിച്ച സാധനം ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അവളിവിടെ ഉണ്ടല്ലോ, നിനക്ക് നേരിട്ട് പോയി കൊടുത്തൂടെ? അമ്മ, ഈ സാരി ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇളയമക്ക് അത് ഇഷ്ടപ്പെടില്ല. അത് പിന്നെ അനാമിക ഉടുക്കത്തില്ല. ഓ, ഇവിടെ ജാനകിയായിരുന്നല്ലോ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പം അവക്ക് നിന്നെ വേണ്ടേ? ശരിക്കും നിന്റെ സ്വഭാവം അവൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കിയത്. അമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ടാന്നറിയില്ല എല്ലാവരും എന്നെ ഇങ്ങനെ വെറുക്കുന്നത്. നേരം വെളുത്ത് രാത്രിയാകുന്നത് വരെ പട്ടിയെ പോലെ ഇവിടെ ജോലി എടുക്കുന്നില്ല അമ്മേ. അമ്മേ, ആദർശേട്ടനെ അമ്മയിൽ നിന്നും അകത്തിയിട്ട് എനിക്കൊന്നും നേടണ്ട. അമ്മയാണ് ആദർശേട്ടൻ്റെ ലോകം. അമ്മ വെറുത്ത അത് ആദർശേട്ടന് ഒരുപാട് വിഷമാകും. ആ മനസ്സെനിക്കറിയാം. അമ്മേ, അമ്മയ്ക്ക് എന്നോട് തീർത്താ തീരാത്ത പകയുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അമ്മ എന്നോട് എന്ത് ചെയ്താലും അമ്മയെ ഞാൻ ഒരിക്കലും വെറുക്കില്ല. എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ഞാൻ ആദർശേട്ടൻ്റെ അമ്മയും കാണുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ദേവ്യാനിയുടെ കണ്ണ് അറിയാതൊന്ന് നിറഞ്ഞു പോവാട്ടോ. പക്ഷെ ദേവ്യാനിയുടെ മനസ്സ് നയനയെ സ്നേഹിക്കാൻ അങ്ങ് തയ്യാറെടുക്കുന്നില്ല. നയനെ, നീ ഇപ്പത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടുന്നത്? എൻ്റെ മകൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. നിൻ്റെ മനസ്സിൽ എന്തിരിക്കുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരുന്നതാ. ജാനകിയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ നയന ആകെ ടെൻഷനാവട്ടോ. കാരണം നന്ദു വിഷയമായിട്ടാണല്ലോ ഇവർ തമ്മിൽ ഇങ്ങനെ ഉടക്കിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എന്താണെന്നറിയില്ല, ഇളയമ്മയുടെ മനസ്സിൽ ആരോ വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാനൊരു ചായ എടുക്കട്ടെ? ഞാനതങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനാമികയും ജാനകിയും വരുന്നത്. ഏട്ടത്തി, അനാമിക മോൾ ഇറങ്ങാൻ നിൽക്കുക. മോൾ ഇറങ്ങുവാണോ? ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് എല്ലാം ഇപ്പം പറഞ്ഞ് തീർക്കുന്നില്ല. വല്യമ്മേ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും അങ്ങോട്ട് വാ. അതിനെന്താ, എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ പോരെ? അപ്പം നയന ചോദിക്കുന്നുണ്ട്, മോളെ ചായ കുടിച്ച് പോയാൽ പോരെ? ഞാൻ ഇപ്പം ചായ എടുക്കാം. അപ്പം അനാമിക പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് ആ ചായയിൽ വല്ലതും കലർത്താനോ? അപ്പം ജാനകി പറയുന്നുണ്ട്, മോള് പറഞ്ഞു കേട്ടില്ലേ, നിന്റെ ചായ ഒന്നും ഇവിടെ ആർക്കും വേണ്ട. നിന്നെ വിശ്വസിക്കാൻ പോലും പറ്റില്ലെന്നാണ് ഇപ്പം മോള് പറഞ്ഞത്. അപ്പം ദേവ്യാനി പറയുന്നത്, അവളൊരു ചായ വേണമെന്നല്ലേ ചോദിച്ചോളൂ, അതിനെന്തിനാ ഇങ്ങനെ പല അർത്ഥത്തിൽ കാണുന്നത്? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാ. ജാനകി, ഇങ്ങനെ പോയാൽ മോക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടാകില്ല. മോളെ, സത്യം പറഞ്ഞാൽ നയനയെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും അവൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് ഈ വല്യമ്മ ഉറപ്പുണ്ട്. വല്യമ്മ, ഇങ്ങനെ എന്തിനാ കണ്ണും പൂട്ടി ഇവരെയൊക്കെ വിശ്വസിക്കുന്നത്? അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് മോൾക്ക് വിശ്വാസാകുന്നില്ലേ? വല്യമ്മ പറഞ്ഞതോട്ട് എനിക്ക് വിശ്വാസം. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മോൾ ഏതായാലും പോവാൻ നിൽക്കല്ലേ, ഞാനൊരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ഇതൊരു സാരിയാ, ഇഷ്ടപ്പെട്ടോന്ന് നോക്കിയിട്ട് പറ. അയ്യോ, എന്ത് രസം കാണാൻ. അമ്മേ, ഇതെനിക്ക് നന്നായിട്ട് ചേരുന്ന കളറാണല്ലേ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, സത്യം പറയാലോ ഏട്ടത്തി, ഒന്നിനൊന്ന് മെച്ചം. എന്തൊരു ഭംഗി. മോൾക്ക് ഇട്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഏട്ടത്തിക്ക് ഏതായാലും നല്ല സെലക്ഷൻ ഉണ്ട്. അതെ, എൻ്റെ വല്യമ്മ പോളിയല്ലേ. ഇനി സത്യം പറയാലോ, ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വല്യമ്മയെ കൊണ്ടേ പോകും. എന്നാലും എൻ്റെ വല്യമ്മേ, ഇത്രയും നല്ല സാരി ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? നന്നായിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു കളറ് എനിക്ക് നോക്കണേ ഏട്ടത്തി. അപ്പം അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, ഈ ഡിസൈനറെ ശരിക്കും സമ്മതിക്കണം കേട്ടോ, ഇത് ഫുള്ള് ഹാൻഡ് വർക്കാ. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, മതി പുകഴ്ത്തിയത്. ഇതേ ഞാൻ വാങ്ങിയ സാരിയല്ല. പിന്നെ ഇത് എനിക്ക് ആരാ ഗിഫ്റ്റ് ചെയ്ത്? നയന ഡിസൈൻ ചെയ്ത സാരിയാണിത്. കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഫുൾ അവളുടെ ഹാൻഡ് വർക്കാ. ഇത് കേട്ടപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട്, വെറുതെ അല്ല, ഇതിൻ്റെ ഓരോ സൈഡ് ഇങ്ങനെ ഇളകി പോരുന്നത്. അപ്പോൾ ദേവ്യാനിക്ക് എന്നെ മനസ്സിൽ തോന്നുക കേട്ടോ, ഇവരിതെന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്? കൈ കിട്ടിയപ്പോൾ വാനോളം പുകഴ്ത്തുമായിരുന്നല്ലോ. അല്ല, മോൾക്കിത് തന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ, ഇവളി പിന്നി പോകുന്നൊന്നും കണ്ടിട്ടില്ല. കൈകൊണ്ട് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് ആർക്കോ വേണ്ടി ചെയ്ത് ഇതൊരു ഗിഫ്റ്റായി കൊടുത്താലേ ഇതത്ര വലിയ സംഭവമൊന്നും അല്ല. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, ഈ സാരി നന്നല്ലോ. ഇവള് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെടാറൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാനിത് അനാമിക മോൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതും. ഇത് അനാമികയ്ക്ക് വേണ്ട ഏട്ടത്തി. അതെന്താ ജാനകി? ഈ സാരിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, ഇളയമേ, എവിടെയാ പിന്നി പോകുന്നത്? അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം.
നയന ഒരു 10-15 ദിവസത്തിന് മുകളിലെടുത്ത് ഇരുന്ന് തയ്യാറാക്കിയ ഒരു സാരിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നയന ഇത് ഉണ്ടാക്കുന്നതൊക്കെ ദേവയാനി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഷേ ഇത് നോക്കിയേ, ഈ കല്ലൊക്കെ ഇളകി പോരുന്നു. അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്? എന്നിട്ട് അനാമിക ആരും കാണാതെ ഒരു സൈഡിൽ നിന്ന് കല്ലിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ദേ ഇത് കണ്ടോ, ഇതൊക്കെ പോരുന്നു നോക്കിയ വല്യമ്മേ. അയ്യോ നയനെ, ഇതിന് കല്ലൊക്കെ പോരുന്നു. അമ്മേ, ഇത് ഞാൻ നന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്, എന്തുകൊണ്ട് ഇങ്ങനെ പോരുന്നെന്നറിയില്ല. എന്നാൽ ദേവ്യാനിയുടെ കണ്ണിൽ പെട്ടെന്ന് ഇങ്ങനെ ഉടക്കുന്നുണ്ട് കേട്ടോ. അതായത് അനാമിക കല്ലിങ്ങനെ സൈഡിൽ നിന്ന് പൊട്ടിക്കുന്നത്. അപ്പൊ തന്നെ ദേവ്യാനിക്ക് മനസ്സിലാവാണ് നയന തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇതിങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പെട്ടെന്ന് അനാമിക ആർപ്പ് വിളിച്ചുകൊണ്ട് സാരി താഴേക്കിടുക കേട്ടോ. മണ്ണിലേക്കാ നേരെ പോയി വീഴുന്നത്. പക്ഷെ ഈ സാരിമേൽ എന്തോ പ്രാണി. അയ്യോ, സാരി ചെളിയിൽ വീണല്ലോ. അപ്പൊ വീണ്ടും അനാമിക പറയുന്നുണ്ട്, ചെളിയിൽ വീണതാണോ നിങ്ങൾക്ക് കുഴപ്പം? ആ പ്രാണി എങ്ങാൻ എന്റെ കൈ കയറി കടിച്ചിരുന്നെങ്കിലോ? അപ്പൊ ദേവ്യാനി ആ സാരി എടുത്ത് അനാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക തന്റെ ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അതൊരിക്കലും വലിച്ചെറിയരുത്. വല്യമ്മ ഞാൻ വേണ്ട. എന്തായാലും മോൾ ഈ ചെയ്തത് ശരിയായില്ല. ഒരുപാട് ദിവസത്തെ ഒരാളുടെ പ്രയത്നമാണ് മോൾ ഒറ്റ നിമിഷം കൊണ്ട് ഇപ്പം ഇല്ലാതാക്കിയത്. ദേ മോളെ, ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്യൊന്നുമല്ല, പക്ഷേ ഒരാളുടെ അധ്വാനത്തിന് നമ്മൾ പുല്ല് വില കൊടുക്കുന്നത് ശരിയല്ല. മോൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം, അതിങ്ങനെ താഴെ ഇടേണ്ട ആവശ്യമില്ല. സോറി വല്യമ്മേ. എങ്കിൽ പിന്നെ അത് തിരിച്ചു കൊടുത്തേക്ക്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി അനാമിക ചെയ്തതിൽ എന്താ കുഴപ്പം? ഈ സാരിയിൽ ചെലന്തിയുണ്ട്, കല്ലൊക്കെ പൊട്ടിപ്പോരുന്നു, സ്റ്റിച്ച് ചെയ്തതൊന്നും നന്നായിട്ടുമില്ല. എന്തായാലും കളർ കാണാൻ കൊള്ളാം, ഡിസൈനും, പക്ഷേ ഒന്നും മെച്ചമില്ല. അപ്പൊ പിന്നെ ഈ ഗിഫ്റ്റ് വലിച്ചെറിയാണോ വേണ്ടത്, അതോ വേസ്റ്റ് ഡബ്ബ് കൊണ്ടേ ഇടുവോ? മോൾ അതൊന്നും ചെയ്തില്ലല്ലോ, അത് താഴേക്കിട്ടല്ലേ ചെയ്തുള്ളൂ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ജാനകി നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതിന് മോളെ സപ്പോർട്ട് ചെയ്യരുത്. ദേ ഒന്നുമില്ലെങ്കിലും ഇവരൊക്കെ ഇവിടെ ഒരുമിച്ച് താമസിക്കാനുള്ളതാ. എന്നിട്ട് ദേവ്യാനി നയനോട് പറയുന്നുണ്ട്, ദേ നയനെ, നിന്റെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അനുഭവം കണ്ടല്ലോ, അതുകൊണ്ട് നീ അനാമിക മോൾക്ക് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ട. നീ അകത്ത് പോയിട്ട് എനിക്ക് പോയൊരു ചായ ഇട്. അങ്ങനെ ദേവ്യാനി നയനയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകിയോട് ദേവ്യാനി പറയുന്നുണ്ട്, ജാനകി ഇപ്പൊ ഈ വീട് സമാധാനത്തോടെ പോകുന്നുണ്ട്, ഇനി ഇവിടെ ഇവർ ഒരുമിച്ച് കഴിയാനുള്ളതാ. ഇതിങ്ങനെ പോയാൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിൽ ചെന്നെത്തിക്കും. ജാനകിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, എല്ലാവർക്കും ഇവിടെ ഒരേ സ്ഥാനം. അങ്ങനെ നിന്റെ മരുമകളെന്നോ എന്റെ മരുമകളെന്നോ ഒന്നുമില്ല. അതുകൊണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാരിയിലെ കല്ലുകളെ കൈകൊണ്ട് പൊട്ടിക്കാൻ അനാമിക നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കല്ലുകളൊക്കെ തുന്നിപ്പിടിപ്പിക്കാൻ നയന എത്രത്തോളം കഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ടേ അനാമികയുടെ കൈക്ക് വല്ലതും പറ്റിക്കണോ നോക്ക്. എങ്കിൽ ശരി, ഞാൻ ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവ്യാനി അവിടെ ഒരു ട്വിസ്റ്റ് വെച്ചെടുത്ത് പോവാട്ടോ. അപ്പോൾ എന്തായാലും ഇനി ജാനകിയും അനാമികയും തമ്മിലുള്ള അട്ടിപ്പള്ളി ട്വിസ്റ്റ് നിറഞ്ഞ വീഡിയോസുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഗൈസ്.